മേൽക്കൂര തകർന്നു വീണ ആലപ്പുഴ കാർത്തികപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂൾ പ്രതിഷേധത്തിനിടെ ക്രൂരത. കുട്ടികളുടെ പ്രഭാത ഭക്ഷണം തട്ടിത്തെറിപ്പിച്ചു. അവശേഷിച്ച ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ടു. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴിയാണ് ചേരുന്നത്. അശ്വിൻ, ഈ പ്രതിഷേധങ്ങൾ ഒക്കെ ഏത് രീതിയിലാകണം, എത്രത്തോളം ഔചിത്യം അതിന് വേണം എന്നൊക്കെ നമ്മൾ രാവിലെ തൊട്ട് പറയുന്ന കാര്യമാണ്. എത്രത്തോളം വലിയ ക്രൂരതയാണ് ഈ നടന്നിരിക്കുന്നത്? എന്താണ് അവിടെ സംഭവിച്ചത്? ഇത് ഏത് രീതിയിലാണ് അധ്യാപകരും കുട്ടികളും ഒക്കെ ഇതിനോട് പ്രതികരിക്കുന്നത്? കൃഷ്ണ, എന്തായാലും ഈ ഉച്ചഭക്ഷണം കൊടുക്കാറായ സമയത്താണ് അധ്യാപകരും കുട്ടികളും അല്ലാത്ത ആളുകൾ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോകണം, അത് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയമാണ്. അത് ആ അഭ്യർത്ഥന മാനിച്ച മാധ്യമങ്ങളടക്കം രാഷ്ട്രീയ പ്രവർത്തകരടക്കം എല്ലാവരും പുറത്തേക്ക് പോയി. അതിനിടെയാണ് ഈ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കൊടുക്കാനായി എടുത്തപ്പോൾ അതിൽ മണ്ണ് കിടക്കുന്നത് കാണുന്നത്. ഒരു പാത്രത്തിലാണ് മണ്ണ് വീണത്. അതുകൊണ്ട് മുഴുവൻ വിദ്യാർത്ഥികൾക്കും കൊടുക്കാനുള്ള ഉച്ചക്കത്തെ ഭക്ഷണം അത് പൂർണ്ണമായും കൊടുക്കാനാകുമോ എന്നുള്ളൊരു ആശങ്ക നിലവിലുണ്ട്. ഒപ്പം രാവിലെ കൊടുക്കേണ്ടിയിരുന്ന പ്രഭാത ഭക്ഷണം ഈ സമയത്താണ് ഈ സംഘർഷം നടക്കുന്നത്. പ്രഭാത ഭക്ഷണത്തിൻ്റെ പാത്രങ്ങൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടപ്പുകൾ എടുത്താണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും മാധ്യമപ്രവർത്തകരുടെയും ഒക്കെ തലക്കെറിയാൻ ആയി ഉപയോഗിച്ചത് ഈ പാത്രങ്ങളും അതിൻ്റെ അടപ്പുകളുമാണ്. അങ്ങനെ പ്രഭാത ഭക്ഷണം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ട അവസ്ഥയാണ്. എന്തായാലും ഈ കഞ്ഞിയിൽ ആരാണ് മണ്ണ് വാരിയിട്ടത് എന്നുള്ള കാര്യത്തിലൊരു വ്യക്തതയിൽ നമ്മൾ ഹെഡ് മാസ്റ്ററുമായി സംസാരിക്കുമ്പോൾ അവിടുത്തെ ചെടിച്ചട്ടികളൊക്കെ ഈ എടുത്തെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ചെടിച്ചട്ടിയിലെ മണ്ണ് കഞ്ഞിയിലേക്ക് വീണതാണോ, ഈ ഉച്ചയ്ക്ക് നൽകേണ്ട ഭക്ഷണത്തിലേക്കും പ്രഭാത ഭക്ഷണത്തിലേക്കുമൊക്കെ വീണതാണോ എന്നൊരു സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ക്രൂരതയാണ്. കുഞ്ഞു കുട്ടികളാണ്, യു പി സ്കൂളാണ്, 1 മുതൽ 7 വരെ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂമുകളാണുള്ളത്. അവർക്ക് കഴിക്കേണ്ട ഭക്ഷണമാണ്. ആര് തന്നെയായാലും ആ പ്രവൃത്തി തീരെ ശരിയല്ല. ഒന്നാമത്തെ കാര്യം, ഈ ക്ലാസ് നടക്കുമ്പോൾ അകത്തേക്കുണ്ടായ പ്രതിഷേധങ്ങളും ആ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോയ രീതിയും തന്നെ വലിയ തോതിൽ വിമർശന വിധേയമാകുന്നുണ്ട്. അതിനിടെയാണ് ഈ ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ടും ഭക്ഷണപാത്രങ്ങൾ തട്ടിത്തെറിപ്പിച്ചുമുള്ള പ്രതിഷേധം ഉണ്ടായി എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നത്. നമുക്കെന്തായാലും ഈ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് അകത്തേക്ക് കയറാനാകും. ആ സമയത്ത് അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഒരുപക്ഷെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായേക്കാം. എന്തായാലും അത് ഒട്ടും പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന, അംഗീകരിക്കാൻ കഴിയുന്ന രീതിയല്ല എന്നുള്ള വിമർശനം പൊതുവെ ഉയരുന്നുമുണ്ട്. ക്രിസ്ത്യന, വലിയ ക്രൂരതയാണ് കുട്ടികളോട് ചെയ്തിരിക്കുന്നത്. യു പി സ്കൂളിലെ ചെറിയ കുട്ടികളാണ്. അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ടു. അത് ആരാണെങ്കിലും അത് ക്രൂരതയാണ്. എന്തിനു വേണ്ടിയാണ് ഈ പ്രതിഷേധം എന്ന ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട്. ഇത് കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോഴും എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യം.